ഉയർച്ചയുടെ പടവിൽ 5 നക്ഷത്രക്കാർ എത്തുന്നു. മെയ് പകുതിയോടെ അനുകൂല മാറ്റങ്ങളാണ് ഇവർക്ക് വരാൻ പോകുന്നത്. മേടക്കൂർ. മേടക്കൂറിൽ വരുന്ന നാളുകാർ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. ഈ മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമായിരിക്കും. സാമ്പത്തിക നില തൃപ്തികരം തന്നെയാണ്. എന്നാൽ രണ്ടാം പകുതിയിൽ പല കാര്യങ്ങളും മന്ദഗതിയിലാവാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങളും ഉണ്ടാകാം. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുക. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ നിലനിൽക്കും. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. ഇടവക്കൂർ. ഇതിൽ വരുന്ന നാളുകാർ കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരുടെ അരഭാഗം. അനുകൂലമായ പല മാറ്റങ്ങളും ഈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. സാമ്പത്തിക പുരോഗതി നേടും. ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാനും സാധിക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ പോകുന്നു. ഉപരിപഠനത്തിന് അവസരം ലഭിക്കും. വസ്തു സംബന്ധമായ ഇടപാടുകൾ ലാഭകരമായി നടത്തും. പുണ്യകർമ്മങ്ങൾ കൂടുതൽ ചെയ്യുന്നതായിരിക്കും. അടുത്തത് മിഥുനക്കൂറാണ്. മകയിരത്തിൻ്റെ അരഭാഗം, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗം. പുതിയ സൗഹൃദങ്ങൾ കൊണ്ട് നേട്ടമുണ്ടാകും. അവിവാഹിതരുടെ വിവാഹം നിശ്ചയിക്കും. കുടുംബജീവിതം സന്തോഷകരമാകും. ചെലവുകൾ നിയന്ത്രണ വിധേയമാകും. വിദേശ ജോലിക്ക് അവസരം ലഭിക്കും. വാക്കുതർക്കവും കലഹവും ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. കർക്കിടകക്കൂർ. പുണർദത്തിൻ്റെ കാൽഭാഗം, പൂയം, ആയില്യം. മാസത്തിൻ്റെ ആദ്യ പകുതി കൂടുതൽ ഗുണകരമായിരിക്കും. എന്നാൽ പിന്നീട് വരവിലും അധികമായ ചെലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നഷ്ടം വരാൻ ഇടയുള്ള ബിസിനസ്സുകൾ സൂക്ഷിക്കുക. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്താൻ ശ്രദ്ധിക്കുക. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. വീട് വിട്ട് കഴിയേണ്ടതായും വരാൻ സാധ്യതയുണ്ട്. ചിങ്ങക്കൂർ. മകം, പൂരം, ഉത്രത്തിൻ്റെ കാൽഭാഗം. അവിചാരിതമായ പല പ്രതിസന്ധികളും നേരിടേണ്ടതായി വരും. പങ്കാളിയുമായി അഭിപ്രായ ഭിന്നത ഉണ്ടാകും. എന്നാൽ സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രവർത്തന രംഗത്ത് അനുഭവപ്പെട്ടിരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹാരമാകും. പുതിയ ജോലി തേടുന്നവർക്ക് അത് ലഭിക്കും. ദീർഘയാത്രകൾ ദോഷങ്ങൾക്ക് പരിഹാരം ആകും. കന്നിക്കൂർ. ഉത്തരത്തിൻ്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ അരഭാഗം. മാസത്തിൻ്റെ തുടക്കത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീട് തൊഴിൽ രംഗത്ത് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായി വരാം. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ചിലർക്ക് പുതിയ വാഹനത്തിനും യോഗം കാണുന്നുണ്ട്. വീട് മോടി പിടിപ്പിക്കാൻ കഴിയുന്നു. ലഹരി വസ്തുക്കളും മറ്റും ഉപയോഗിക്കുന്നത് കുഴപ്പങ്ങൾക്ക് കാരണമാകാൻ പോകുന്നു. തുലാക്കൂർ. ചിത്രയുടെ അരഭാഗം, ചോതി, വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗം. ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന പല മാറ്റങ്ങളും ഉണ്ടാവുന്ന സമയമാണ് ഇത്. സാമ്പത്തിക പുരോഗതി കൈവരിക്കുകയും കുട്ടികൾ ഇല്ലാത്ത ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. എതിരാളികളെ കൊണ്ടുപോലും ചില നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു. ആരോഗ്യനില തൃപ്തികരം തന്നെയാണ്. പുതിയ വാഹനം വാങ്ങാൻ കഴിയുന്നു. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലമാണ് ഇത്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. പണത്തിന് ഞെരുക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മക്കളുടെ പ്രവൃത്തിയിലും മൂലം വിഷമിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാം. തീർത്ഥയാത്ര നടത്തുന്നത് ദോഷങ്ങൾക്ക് പരിഹാരം തന്നെയാണ്. ധനക്കൂർ. മൂലം, പൂരാടം, ഉത്രാടം ഇവരാണ് ഇതിൽ വരുന്നത്. ഒരുപാട് നേട്ടം ഉണ്ടാക്കുന്ന ഒരു കാലമാണിത്. സാമ്പത്തിക നില മെച്ചപ്പെടും. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാനും സാധിക്കും. പുതിയ പങ്കാളിത്തം കൊണ്ട് നേട്ടം പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളുമായി ഒത്തുകൂടും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം ലഭിക്കും. വിവാഹാലോചനകളിൽ തീരുമാനങ്ങൾ എടുക്കും. പഴയ വാഹനം മാറ്റി പുതിയത് വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും. മകരക്കൂർ. ഉത്രാടത്തിൻ്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ അരഭാഗം. മാസത്തിൻ്റെ തുടക്കം ഗുണകരമായിരുന്നെങ്കിലും പിന്നീട് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരാവുന്നതാണ്. സാമ്പത്തിക ക്ലേശങ്ങൾക്കും സാധ്യത തന്നെ കാണുന്നുണ്ട്. ദൈവാധീനം കുറഞ്ഞ കാലമായതിനാൽ പുതിയ സംരംഭങ്ങൾക്ക് സമയം അനുകൂലം തന്നെയല്ല. എന്നാൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കും. ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക. കുംഭക്കൂർ. അവിട്ടത്തിൻ്റെ അരഭാഗം, ചതയം, പൂയൊരുട്ടാതിയുടെ മുക്കാൽ ഭാഗം. അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്ന ഒരു കാലം തന്നെയാണ് ഇത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. സന്താന ഭാഗ്യത്തിനും യോഗം കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക. അലസത വർദ്ധിക്കാനും സാധ്യത തന്നെയുണ്ട്. ആരോഗ്യസ്ഥിതി തൃപ്തികരമായി തുടരുന്നതായിരിക്കും.
മീനക്കൂർ. പൂരുരുട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി രേവതി. ഏറെക്കാലമായി അനുഭവിച്ചിരുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം ആകും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കൂടുതൽ ദൈവാധീനമുള്ള കാലം തന്നെയാണ്. കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. ചിലർക്ക് സ്വന്തമായി വീട് എന്ന സ്വപ്നം സഫലമാകും. അമ്മയുടെ ആരോഗ്യം മെച്ചപ്പെടും. സ്വന്തം ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുക. തീർത്ഥയാത്ര നടത്താനും യോഗം കാണുന്നുണ്ട്.